പിന്നെ പിന്നെ പറഞ്ഞാൽ റെഗുലേഷൻസ് എല്ലാം കാര്യങ്ങളും അതിൽ അവൈലബിൾ ആണ്. പിന്നെ പുതിയ പുതിയ പാക്സൊക്കെ വരും. പിന്നെ ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അത് അത്ര വലിയതൊന്നും വന്നില്ല, കുറച്ച് ഇതൊക്കെ കിട്ടി. പിന്നെ അപ്പുറത്തെ ടീമിന് ഇത് കിട്ടും, ആരാണ് ജയിച്ചതെന്ന് ഒക്കെ അറിയാൻ പറ്റും, മെസ്സേജ് അതിൽ വരും. കൊണാമിയിൽ യുവർ ഫ്രണ്ട് ഈസ് എ വിന്നഡ് മറ്റേ കപ്പ് ടൂർണമെൻറ്റ്, കളിക്കാത്തവരും എല്ലാം അതിലുണ്ടാവും. ഗ്രാഫിക്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്തൊരു ഗ്രാഫിക്സാ ബ്രോ, ഇതൊക്കെയാണ് ഒരു ഗ്രാഫിക്സ്. എന്തിനാ PC, ഇത് മതിയില്ലേ? അപ്പോൾ ഇനി അങ്ങോട്ടുള്ള 2030 അങ്ങനത്തെ ഗ്രാഫിക്സ്, അങ്ങനത്തെ അപ്ഡേറ്റ് ഒന്ന് ഓർമ്മിച്ച് നോക്കി എത്ര ഗ്രാഫിക്സ് ഉണ്ടാവും. ഇത് ഇങ്ങനെ ഗെയിം പ്ലാന് കഴിഞ്ഞൊരു ചെറിയൊരു ഗെയിം പ്ലാനിൻ്റെ പ്ലേയേഴ്സിൻ്റെ ഒരു മറ്റേ സ്ക്വയറാണ് ഉണ്ടായി, ഇപ്പോൾ കുറച്ച് വീതി കൂടും. പിന്നെ എല്ലാ കോച്ചും ഡബിൾ ബൂസ്റ്ററാണ് എന്നാണ് പറയുന്നത്. പെപ് ഗാർഡിയോള എല്ലാവരെയും ഫ്രീ ആണ് എന്നാ പറഞ്ഞു കേട്ടെ. അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. പിന്നെ ഇത് കുറച്ച് അറിവ് കുറച്ച്. പിന്നെ ലിങ്കാക്കാത്തവരെ അക്കൗണ്ടൊക്കെ അടിച്ചു പോകും. ഉദാഹരണം തന്നെ എൻ്റേത് അക്കൗണ്ട് തന്നെ, എൻ്റെ വീഡിയോ കൊണ്ട് നമുക്ക് മനസ്സിലാവും. പിന്നെ ഇപ്പോൾ വേറെ പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയും ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ വേറെയൊക്കെ ചോദിച്ചാൽ ഇനിയും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൽ തന്നെ അങ്ങ് പറയും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടൊക്കെ ലൈക്ക് ചെയ്യണേ. ബട്ട് ഇനിയും കുറച്ചും കൂടി പറയാനുണ്ട് ഗൈസ്. മാനേജറിന് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. കുറേ മാനേജർ ലിസ്റ്റ് ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് മാനേജറിനെ ഒന്നെടുക്കുക, ഒന്ന് ടിക്ക് ചെയ്യുമ്പോൾ ആ മാനേജറിനെ കിട്ടും. സമയം കാര്യങ്ങളൊക്കെ ഞാൻ ഗൂഗിളിൽ കണ്ടതാണ്. സമയത്തൊക്കെ ഇങ്ങനെ കിട്ടും. അതായത് ഇപ്പോൾ ടൈമർ വെക്കും, ഒരു കളിക്ക് മാത്രം ആ മാനേജർ മതി, മറ്റേ കളിക്കൊക്കെ മാനേജർ മതി. പിന്നെ പറഞ്ഞാൽ കമ്പ്യൂട്ടർ മോഡ് കളിക്കുന്ന സമയത്ത് അറിയാത്തവർ കമ്പ്യൂട്ടർ മോഡ് ഇട്ട് കളിക്കില്ലേ, അത് അവൈലബിൾ അല്ല എന്നാണ് കേട്ടത്, അറിയില്ല. മിക്കവാറും അതായിരിക്കും ചാൻസ്. അതൊക്കെ ചെറിയൊരു അപ്ഡേറ്റിൽ വന്ന കാര്യങ്ങളാണ്. പിന്നെ കോച്ചും പറയുന്നത് അത് ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൽ നമുക്ക് പറഞ്ഞു തരും, നല്ല ഗ്രേറ്റ് ഷോട്ട് അങ്ങനെയൊക്കെ. പിന്നെ പ്ലേസ് ചേഞ്ചിങ് പൊസിഷൻ അങ്ങനെ എന്തോ ഒരു കാര്യമുണ്ട്, അറിയുന്നവർ കമൻറ്റ് പറഞ്ഞാൽ മതി. പിന്നെ പുതിയ പൊസിഷൻ ലെവൽ, ഇതാ പറഞ്ഞത് പൊസിഷൻ ലെവൽ, ഇത് മാറ്റാൻ വേറെ തന്നെ ഇത് വേണം, വേറെ തന്നെ ആയിട്ടാണ് കാണുന്നത്. ഇപ്പോൾ അതിനൊക്കെ വേറെ തന്നെ ടോക്കൺ കാര്യങ്ങൾ. പിന്നെ ബോണസ് ഡെയിലി അവൈലബിൾ ആണ്. പിന്നെ എല്ലാവർക്കും ഇത് ആവണമെന്നില്ല. ഇതിൻ്റെ ഗ്രാഫിക്സിൻ്റെ കാര്യം, പ്ലെയർ ഗ്രാഫിക്സ് അതൊക്കെ അടിപൊളിയാണ്. പിന്നെ ഡെയിലി ഗെയിമിലത്തെ പെനാൽറ്റി അല്ല ഇനി ഉണ്ടാവില്ല അല്ലയോ. ഇങ്ങനത്തെ ഒരു ഷൂട്ട് അടിക്കേണ്ട അങ്ങനെ എന്തോ സംഭവമാണ്, കിടിലം പോലെ. അപ്പോൾ ഇനിയും കുറേ ഉണ്ട് പറയാൻ, ബട്ട് അത് നമുക്ക് കണ്ടറിയാം. ദിസ് പെർഫെക്റ്റ്. ഇനി ഇങ്ങനെയായിരിക്കും കാണുന്നത്. ഇഷ്ടമുള്ള പ്ലെയറൊക്കെ എടുക്കുക നമ്മളെ ഡെയിലി ഗെയിമിൽ എന്നാണ് പറഞ്ഞത്. പിന്നെ കാറ്റഗറി 2 ഗെയിം പ്ലേ അങ്ങനെ പറഞ്ഞാൽ. പിന്നെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചില ഫോണിൽ ലാഗായിരിക്കും. സ്റ്റാൻഡേർഡ് ലെവൽ ഗ്രാഫിക്സ്, ഹൈ ലെവൽ ഗ്രാഫിക്സ് ഒന്നും കയ്യിലേ ഇല്ല, ലാഗ് ഉണ്ടാവും. പിന്നെ സ്റ്റാൻഡേർഡ് ലെവൽ തന്നെ ധാരാളമാണ്. ഇതാണ് നമ്മളെ PC ലെവൽ. ഇതാണ് ഹൈ ഇട്ടിട്ട് കളി, അങ്ങനെ സെറ്റ് ഗ്രാഫിക്സ് അടിപൊളി. അപ്പോൾ ഇത്രയൊക്കെ മാത്രമാണ് പറയുന്നത്, ഇത്രയും ഇപ്പോൾ തൽക്കാലത്തേക്കുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.